ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എപ്പോഴും മക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. സാറേ, നമ്മൾ ഹിസ്റ്ററിയിൽ കുറേയധികം ഇയേഴ്സ് പഠിക്കാനുണ്ട്, കുറേയധികം ഡേറ്റ്സ് പഠിക്കാനുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത്? ബിക്കോസ് ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗം അത് തന്നെയാണ്. നിങ്ങൾ എല്ലാ ഭാഗങ്ങളും ഒരു സ്റ്റോറി പോലെ പഠിക്കുന്നു, ഒക്കെ ശരിയാവുന്നു. പക്ഷേ ഏറ്റവും നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിൽ വർഷങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇയേഴ്സ് നോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ നമുക്കതൊന്ന് സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. ചില ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഈ ടിപ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ അധികം ഈ പറയുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ച് നോക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന വർഷങ്ങൾ അല്ലെങ്കിൽ ഇയേഴ്സ് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ആയിരിക്കും മക്കളെ ഇരിക്കുമ്പോൾ അല്ലേ, കുറേ വായിക്കുന്നു, അതിൽ കുറേ വർഷങ്ങൾ ഇങ്ങനെ നമ്മുടെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഓടിപ്പോകുന്നുണ്ട്. ഈ വർഷങ്ങളൊക്കെ നമ്മളൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റീസൺ. ഓക്കെ, ഇയേഴ്സ് നമ്മളായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. കുറേ അധികം ഇയേഴ്സ് ഉണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മളുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു രീതിയിലും കണക്റ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ യു ഷുഡ് കണക്ട് ദീസ് ഇയേഴ്സ്. എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുക എന്നപ്പോൾ നിങ്ങൾ ചോദിക്കും അല്ലേ, എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക? ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാരൻസ് ആവട്ടെ, നിങ്ങൾ എന്താ പറയുക, ബ്രദേഴ്സ് ആവട്ടെ, സിസ്റ്റേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആവട്ടെ, എല്ലാ നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നിങ്ങൾ എന്തുണ്ടാവും, അവരുടെ ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ടും ഓർമ്മിച്ച് വെക്കും. രാത്രി 12 മണിക്ക് തന്നെ അവർക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടും, മെസ്സേജ് അയക്കും അല്ലെ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. ലൈക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ സാറേ ഇതൊക്കെ ഞങ്ങൾ എന്തിനാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു പരസ്യത്തിലൊക്കെ കാണുന്നുണ്ട് അല്ലേ, 1942 1947 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഐ തിങ്ക് ഓർലിക്സോ അങ്ങനെ എന്തോ കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുന്നുണ്ട് എന്ന രീതിയിൽ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ ചുറ്റും കാണുന്ന ഓരോ കാര്യങ്ങളും ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ ഈ കാണുന്ന ഇയർ ഇന്നൊരു ഇൻസിഡൻറ്റ് നടന്നതാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യാൻ പറ്റണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അവിടെ കാണാൻ പറ്റുന്നത് ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കസിൻസ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും അവരുടെയൊക്കെ ഡേറ്റ്സ് നിങ്ങൾ എങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കുന്നത്, അവരുടെയൊക്കെ ഈ പറഞ്ഞ ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കുന്നത്? ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, കലണ്ടറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ മാറ്റം വന്നു, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിമൈൻഡർ വെക്കൂല, നമ്മുടെ ഫോണിലൊക്കെ എന്ത് ചെയ്യും, റിമൈൻഡർ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷേ അതിന് പകരം ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഇയേഴ്സിൻ്റെ ബേസിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ഓൺ ഫസ്റ്റ് അല്ലെങ്കിൽ 1-ാം തീയതി ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 1-ാം തീയതിയോ അല്ലെങ്കിൽ 2-ാം തീയതിയോ 3-ാം തീയതിയോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കാണാം August 15 നമ്മുടെ, അല്ലെങ്കിൽ എന്താ പറയുക January 26 ഇങ്ങനെ നമ്മൾ ഓരോ ഡേറ്റ്സിനും പ്രത്യേകതകളുണ്ട് അല്ലേ. അപ്പോൾ January 26 എന്ന് നിങ്ങൾ കലണ്ടറിൽ നോട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തും കൂടി നോട്ട് ചെയ്യാം, 1950 കൂടി എന്ത് ചെയ്യുക, അവിടെ അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്യാം. അതായത് ഇവിടെ January 26 എന്നുള്ള പേജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോളം ഉണ്ടെങ്കിൽ അവിടെ ബ്രാക്കറ്റിൽ എന്തും കൂടി നോട്ട് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ 1950 എന്നുള്ള ഇയർ കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ റിപ്പബ്ലിക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് January 26 ആണ്. അപ്പോൾ 1950 മുതലാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്, ഈ ഒരു റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ you should prepare a calendar based on historical events and historical incidents. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവൻസിൻ്റെ ബേസിൽ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടിപ്സാണ്. അപ്പോൾ ഈ കലണ്ടർ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ, നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ശീലമാവും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും, പരിചയമാവും അല്ലേ. ലൈക്ക് അതുപോലെ തന്നെ ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കാണുന്ന, നിങ്ങൾ ചുറ്റുഭാഗത്ത് കാണുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം, ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് ടൈം ലൈൻ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഇൻസിഡൻറ്റ്സ്. നമ്മൾ ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യാറുണ്ട് എപ്പോഴും ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി. പക്ഷേ ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇയേഴ്സ് മാത്രം എന്ത് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളൊരു ടൈം ലൈൻ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് എന്ത് ചെയ്യും, കടന്നു വരും. അതിന് പകരം ഒരു സിംഗിൾ ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ്, അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 or 4 ഇയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്ക് കാണാൻ പറ്റും 1848 1860 71 ലൈക്ക് അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് 1-2 ഇയേഴ്സ് മാത്രം അവിടെ നോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഗാന്ധി, നമ്മൾ ഈ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത് മുതലുള്ള കാര്യങ്ങൾ, ചമ്പാരൻ മൂവ്മെൻറ്റ്, ഗാന്ധിജി നടത്തിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് മാത്രം. ഇങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ബേസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് ബേസിൽ, ഡിഫറെൻറ്റ് ഇൻസിഡൻറ്റ്സ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുക. ടോട്ടലി ഒരു ചാപ്റ്റർ ഒരു ടൈം ലൈൻ ആക്കുന്നതിന് പകരം എന്ത് ചെയ്യുക,
ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസ്ഡാണ്? ഡിഫറെൻറ്റ് ഇവൻറ്റ്സിന് സെപ്പറേറ്റ് എന്ത് ചെയ്യുക, ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടൈം ലൈൻ ആയിരിക്കും, അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ആ ഭാഗം പഠിച്ചെടുക്കാൻ പറ്റും. മറ്റേ നിങ്ങൾക്കൊരു കണക്റ്റഡ് ആവണമെന്നില്ല, അതായത് ഒരു ഇവൻറ്റും മറ്റൊരു ഇവൻറ്റും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവണമെന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ നമ്മൾ ജർമ്മനി യൂണിഫിക്കേഷൻ പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കുന്നത് മറ്റൊരു രാജ്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മറ്റൊരു സമരത്തെക്കുറിച്ചാണ്, മറ്റൊരു രാജ്യത്ത് നടക്കുന്ന സമരമാണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല, ഈ രണ്ട് ഇവൻറ്റ്സ് തമ്മിൽ എന്തുണ്ടാവുന്നില്ല, ഒരു റിലേഷൻ ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നു, ചമ്പാരൻ മൂവ്മെൻറ്റ്, ദെൻ ഗാന്ധിജിയുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഖേദ, ദെൻ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, ദെൻ ഗാന്ധിജി റൗലറ്റ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു, ദെൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഫോം ചെയ്യുന്നു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഭാഗമാകുന്നു, ദെൻ സിവിൽ ഡിസോബഡിയൻ മൂവ്മെൻറ്റ് നമുക്ക് പറയാം, ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇങ്ങനെ ഗാന്ധിജി നടത്തിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് മാത്രം ഒരു ലിസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ്, അതിൽ ഓരോ ആളുകളുടെയും കോൺട്രിബ്യൂഷൻ അത് ബേസ്ഡ് ഓൺ ഇയേഴ്സ് എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ പ്രിന്റ് കൾച്ചറുമായിട്ട് റിലേറ്റഡ് പ്രിന്റിൻ്റെ ഇൻവെൻഷൻ, ചൈന മുതൽ ഇങ്ങനെ പോകും അല്ലേ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റായി പ്രിപ്പയർ ചെയ്യുക. അത് ഓരോ ഇവൻറ്റ്സും സെപ്പറേറ്റ് എന്തുണ്ടാക്കുക, ടൈം ലൈൻ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തായിരിക്കും, എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഇയേഴ്സും അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻസും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ടൈം ലൈൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് 1848 അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായി അല്ലേ. അപ്പോൾ 1848 എന്ന് പഠിക്കാൻ ചില പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ 1815 എന്ന് പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് മറക്കും. 1848 ഇങ്ങനെ നമ്മൾ ടിപ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളത് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയേഴ്സ് നോട്ട് ചെയ്യാനും ഇയേഴ്സ് മെമ്മറൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി നോട്ട്സ്. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടാവും അല്ലേ. യെസ്, നിങ്ങൾക്ക് സ്റ്റഡി ടാബിൾസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, സ്റ്റിക്കി നോട്ട്സിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ അവിടെ വെക്കുക. ഇപ്പം നിങ്ങൾ എപ്പോഴും അത് എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 2 ഇയേഴ്സ് എങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള സ്റ്റഡി ടാബിളിൻ്റെ മുമ്പിലുള്ള 2 ഇയേഴ്സ് എങ്കിലും അല്ലെങ്കിൽ 2 ഡേറ്റ്സ് എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. ഇതുപോലുള്ള സ്റ്റിക്കി നോട്ട്സ് അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്ത് നോക്കുക. അതിലൂടെ എപ്പോഴും ഡേറ്റ്സ് നിങ്ങളുടെ എന്തായിരിക്കും, ഓർമ്മയുണ്ടാവും. ഓക്കെ, ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് മേക്ക് എ സ്റ്റോറി. ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഇവൻറ്റ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി മേക്ക് ചെയ്യുക. ഇപ്പം നമുക്കൊരു സ്റ്റോറി റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്യാരക്ടറുടെ പേര് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കൂല അല്ലേ. ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ എന്തായിരിക്കും, നമ്മുടെ മൈൻഡിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ പേരായിട്ട് എന്ത് കൊടുക്കുക, വർഷങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പേരായിട്ട് എന്ത് കൊടുക്കുക, ഇയേഴ്സ് കൊടുക്കുക. അപ്പോൾ ഒരു ഇവൻറ്റും മറ്റൊരു ഇവൻറ്റും നമ്മളുടെ കണക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, 1917 എന്നുള്ളത് ഒരു ക്യാരക്ടറായി കൊടുക്കുക. ഓക്കെ, ഒരു ക്യാരക്ടറായി കൊടുക്കുക, ഒരു ക്യാരക്ടറുടെ നെയിം ആയി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഈ മാത്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഇമാജിൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഓരോ വിഷ്വൽസ് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്തെടുക്കുക. ഈ 1917 എന്നുള്ള ഒരു കുട്ടിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 1917 ഒരു കുട്ടിയുടെ പേരാണ്, ഒരു കുട്ടിയുടെ പേരാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് എന്ന രീതിയിൽ ഒരു സ്റ്റോറി മേക്ക് ചെയ്യുക. 1917, 1918, 1919, 1920, 21 അങ്ങനെ ഓരോ ഇയേഴ്സും ഓരോ ക്യാരക്ടേഴ്സ് ആയിക്കൊണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ അല്ല ചെറിയ എന്ത് ചെയ്യുക, പീസ് ഓഫ് എന്ത് ചെയ്യുക, സ്റ്റോറീസ് മേക്ക് ചെയ്യുക, ചാപ്റ്റർ വൈസ് ചെയ്തിട്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയേഴ്സ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വിഷ്വലൈസ് ദ ഇയേഴ്സ് ലൈക്ക് ക്യാരക്ടേഴ്സിനെ പോലെ എന്ത് ചെയ്യുക, ഇയേഴ്സിനെ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയേഴ്സ് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ബൈ ഹേർട്ടാക്കി പഠിച്ചാലും ഇയേഴ്സ് നോട്ട് ചെയ്യാം, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും, കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെയുള്ള ടിപ്സൊക്കെ മക്കൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഇയേഴ്സ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ പഠിച്ചെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.